ഹലോ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊരു പുതിയ ചാനൽ തുടങ്ങുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിൻ്റെ കീഴിൽ വരുന്ന BA സോഷ്യോളജി കോഴ്സിൻ്റെ കാര്യങ്ങളായിരിക്കും. അതിൻ്റെ ഓരോ യൂണിറ്റുകളും ഞാൻ കൃത്യമായി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നുവെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ചാനൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമായ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി. അതിൻ്റെ ബ്ലോക്ക് 1ൻ്റെ പേര് അണ്ടർസ്റ്റാൻഡിങ് സോഷ്യോളജി എന്നാണ്. അപ്പോൾ ഈ യൂണിറ്റിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് സോഷ്യോളജി എങ്ങനെയാണ് എമർജൻസി ചെയ്തത്, അതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ ഈ യൂണിറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ യൂണിറ്റിലേക്ക് കടക്കാം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി എമർജൻസ് ഓഫ് സോഷ്യോളജി. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എമർജൻസ് ഓഫ് സോഷ്യോളജി എന്താണെന്ന് നമുക്ക് നോക്കാം. The emergence of sociology as a distinct academic discipline in the 19th century was deeply influenced by a series of socio-political changes and intellectual movement. Here is an in-depth look at the socio-political background that facilitated the development of sociology. അപ്പോൾ നമുക്കറിയാം, സോഷ്യോളജി എന്ന് പറയുന്ന ഒരു അക്കാദമിക് ഡിസിപ്ലിനായിട്ട് ഇന്ത്യയിൽ അത്ര പെട്ടെന്നൊന്നും അംഗീകരിച്ചിരുന്നില്ല. ആദ്യം തന്നെ ഇത് യൂറോപ്യൻ കൺട്രീസിലാണ് എമർജൻസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇത് വന്നത് 19th സെഞ്ച്വറിയോട് കൂടിയാണ്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ 17th സെഞ്ച്വറിയോട് കൂടി തന്നെ സോഷ്യോളജി എമർജൻസി ചെയ്തിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ്സൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് സോഷ്യോളജിയുടെ എമർജൻസിന് സഹായകമായിരുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഞാൻ ഓരോ സ്ലൈഡിനെ ഇംഗ്ലീഷ് വായിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ മലയാളവും അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. പിന്നെ നോട്ട്സൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഇംഗ്ലീഷ് ഇൻട്രൊഡക്ഷൻ ഞാൻ ജസ്റ്റ് ഒരു എൻലൈറ്റ്മെൻറ്റ് ഞാൻ ഇതിവിടെ വായിക്കാം. The Enlightenment, 17th to 18th century. The Enlightenment, or the Age of Reason, was a period where reason, science and intellectual interchange were promoted as the primary source of authority and legitimacy. Thinkers like Voltaire, Rousseau and Montesquieu questioned traditional authority and embraced the notion that humanity could be improved through rational change. This intellectual environment encouraged a systematic study of society, laying the groundwork for sociology. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷിലാണ് എക്സാം ഉണ്ടാവുക, മലയാളത്തിൽ എഴുതുന്നവർക്ക് അങ്ങനെ എഴുതാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ജ്ഞാനോദയം, ഇത് 17 to 18 നൂറ്റാണ്ടിലാണ് സോഷ്യലുടെ ജ്ഞാനോദയം ഉണ്ടാവുന്നത്. അപ്പോൾ ജ്ഞാനോദയം അല്ലെങ്കിൽ യുക്തിയുഗം അല്ലെങ്കിൽ യുക്തിശാസ്ത്രം, ഭൗതിക കൈമാറ്റം എന്നിവ അധികാരത്തിൻ്റെയും നിയമസാധുതയുടെയും പ്രാഥമിക സ്രോതസ്സുകളായി ഉയർത്തപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ തുടങ്ങിയ ചിന്തകർ പരമ്പരാഗത അധികാരത്തെ ചോദ്യം ചെയ്യുകയും യുക്തിസഹമായ മാറ്റത്തിലൂടെ മാനവികത മെച്ചപ്പെടുത്താമെന്ന ആശയം സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയാം, സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സൊസൈറ്റി അല്ലേ, അതായത് ഹ്യൂമൻ ബീങ്സിൻ്റെ ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ അവരുടെ പാറ്റേൺസ്, അവരുടെ ബിഹേവിയർ, അവരുടെ ആറ്റിറ്റ്യൂഡ്, അതൊക്കെ പഠിക്കുന്നതാണ് നമ്മൾ സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യോളജി പഠിക്കുന്നതിലൂടെ നമുക്ക് ഹ്യൂമൻ ബീങ്സിൽ ഒരു വലിയ മാറ്റങ്ങൾ, അല്ലെ, ഹ്യൂമൻ ബീങ്സിനെ കുറിച്ച് കൂടുതൽ അടുത്തറിയാനും അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടാക്കാനും പറ്റും. അതാണ് ജ്ഞാനോദയം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഭൗതിക ചുറ്റുപാട് സമൂഹത്തെക്കുറിച്ചുള്ള ചിട്ടയായ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുകയും സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ അടിത്തറ പാവുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു ഭൗതിക ചുറ്റുപാട്, അല്ലേ, ഭൗതിക ചുറ്റുപാട്, അതായത് ഇതിന് കൂടുതൽ സഹായിച്ചത് വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ തുടങ്ങിയ ചിന്തകരൊക്കെയാണ്. പരമ്പരാഗത അധികാരത്തെയൊക്കെ ആദ്യമേ നമ്മൾ തുടർന്ന് കൊണ്ടുവന്ന ഒരു അധികാരത്തെ ചോദ്യം ചെയ്യുകയും കൂടുതൽ പഠനങ്ങൾ, ഈ സോഷ്യോളജി അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്ന വിഷയത്തെ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്ന് അവർ ഉയർത്തിക്കാട്ടുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഒരു ജ്ഞാനോദയം, അതായത് ഇതിൻ്റെ ഒരു ഉദയം എന്ന് പറയുന്നത് 17-18 നൂറ്റാണ്ടിലാണ്. 17 നൂറ്റാണ്ടിലാണ് നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇത് ഉദയം ചെയ്തത്. നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു 18-20 നൂറ്റാണ്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ലേറ്റ് 18th ഏർലി 19th സെഞ്ച്വറി. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷനോട് കൂടി ഒരുപാട് മാറ്റങ്ങൾ സോഷ്യോളജിയിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലേ. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് അർബനൈസേഷൻ, പിന്നെ സോഷ്യൽ പ്രോബ്ലംസ്, ക്ലാസ് സ്ട്രക്ചർ.
ഇതൊക്കെ പ്രധാനമായിട്ട് സോഷ്യോളജിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഒരു അർബനൈസേഷൻ, ഒരു അർബൻ കൺട്രിയും ഒരു അഗ്രികൾച്ചറൽ സൊസൈറ്റിയും നമ്മളൊരു അർബൻ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വരും സ്ലൈഡിൽ അതിൻ്റെ മലയാളം വിശദമായിട്ട് പറയുന്നതാണ്. നമുക്കതിൻ്റെ മലയാളം ട്രാൻസാക്ഷനിലേക്ക് പോകാം. നിങ്ങളിത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഇംഗ്ലീഷ് കാര്യങ്ങൾ, ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ ഹെൽപ്ഫുള്ളായിരിക്കും. ഞാൻ മലയാളത്തിൽ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ വ്യാവസായിക വിപ്ലവം അല്ലെ 18th, അതുപോലെ തന്നെ 18th നൂറ്റാണ്ടിൻ്റെ അവസാനവും 19th നൂറ്റാണ്ടിൻ്റെ ആരംഭം, അതിലാണ് നമ്മുടെ വ്യാവസായിക വിപ്ലവം പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ വ്യാവസായിക വിപ്ലവം സമൂഹത്തെ നാടകീയമായി മാറ്റിമറിച്ചു. നമുക്കറിയാം, പുതിയൊരു വ്യവസായ സംരംഭം, ഒരുപാട് ആൾക്കാർ വ്യവസായ സംരംഭം തുടങ്ങുകയും ജനങ്ങളിലേക്ക് അത് എത്തിച്ചേരുകയും അങ്ങനെ നമ്മുടെ സൊസൈറ്റിയിലും അതുപോലെ തന്നെ വേൾഡ് വൈഡ് അല്ലെ ലോകത്താകമാനം ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു. അപ്പം നഗരവൽക്കരണമാണ് അർബനൈസേഷൻ. അപ്പോൾ ജോലി തേടി ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള വൻ കുടിയേറ്റം, ജനത്തിരക്കേറിയ നഗര കേന്ദ്രങ്ങളിലേക്ക്. അപ്പോൾ നമുക്കറിയാം, എന്താ പറയുക, മൈഗ്രേഷൻ അല്ലേ, ജനങ്ങൾ ഒരുപാട് മൈഗ്രേഷൻ സംഭവിച്ചു. അതായത് ജോലി അന്വേഷിച്ചുകൊണ്ട് ജനങ്ങൾ പല സ്ഥലങ്ങളിലേക്കും ലോകത്താകമാനം യാത്രകൾ ചെയ്യാൻ ആരംഭിച്ചു അല്ലേ. പിന്നെ സാമൂഹിക പ്രശ്നങ്ങൾ, ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും കാരണം വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യം, കുറ്റകൃത്യങ്ങൾ, മറ്റ് സാമൂഹിക പ്രശ്നങ്ങൾ. അപ്പം നമുക്കറിയാം, ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളുണ്ടാവും ഈ വ്യവസായവൽക്കരണത്തോടുകൂടി. ഒരുപാട് ആൾക്കാർ പണക്കാരാവും, കുറേ ആൾക്കാർ പാവപ്പെട്ടവരാവും. അപ്പം അങ്ങനെ ആകുമ്പോൾ പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങളും ദാരിദ്ര്യം വരുന്നു അല്ലേ. അതുപോലെ തന്നെ വർഗ്ഗഘടന, അതായത് ക്ലാസ് സ്ട്രക്ചർ. നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റി പല ക്ലാസ്സുകളായിട്ടാണ് എന്താ പറയുക കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, അങ്ങനെ. അപ്പോൾ അപ്പർ ക്ലാസ്സിലുള്ള ആൾക്കാർ എപ്പോഴും എല്ലാ രീതിയിലുള്ള പ്രിവിലേജസും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ലോവർ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് അതൊന്നും തന്നെ കിട്ടുന്നില്ല. അപ്പോൾ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ച ബൂർഷ്വാസി, അതായത് ഉടമകൾ തമ്മിലുള്ള വ്യക്തിപരമായ വിഭജനത്തോടെ ഒരു പ്രത്യേക വർഗ്ഗഘടനയിലേക്ക് നയിച്ചു. പിന്നെ അടുത്തത് പൊളിറ്റിക്കൽ റെവല്യൂഷൻസ് ലേറ്റ് 18th ആൻഡ് ഏർലി 19th സെഞ്ച്വറി. ഈ ഞാൻ അങ്ങനെ ഇംഗ്ലീഷ് ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം വീഡിയോ ലെങ്തി ആവുന്നതാണ്. നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. അതിൻ്റെ മലയാളം ട്രാൻസാക്ഷൻ ഞാൻ ഇപ്പോൾ ഇവിടെ വായിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഡെമോക്രാറ്റിക് ഐഡിയലിസം, സോഷ്യൽ ചേഞ്ചാണ് പ്രധാനമായിട്ട് അതിൽ വന്ന മാറ്റങ്ങൾ. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം, മലയാളത്തിൽ നോക്കാം. രാഷ്ട്രീയ വിപ്ലവങ്ങൾ അല്ലേ, അത് 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് വന്നത്. അമേരിക്കൻ വിപ്ലവമാണ് പ്രധാനമായിട്ട് അതിലുള്ളത്. ഫ്രഞ്ച് വിപ്ലവം പിന്നെ അഗാധമായ സാമൂഹ്യ രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ടാക്കി. അതായത് അമേരിക്കൻ വിപ്ലവം നടക്കുന്നത് 1775 to 1783 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് 1789 to 1799. ഡേറ്റല്ല, വർഷമൊന്ന് ഓർത്ത് വെക്കുക. അതിനകത്ത് വരുന്ന ജനാധിപത്യ ആദർശങ്ങൾ, അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിൽ ഊന്നൽ നൽകുന്നത് പരമ്പരാഗത രാജവാഴ്ച ഫ്യൂഡൽ സമ്പ്രദായങ്ങളെ വെല്ലുവിളിച്ചു. അപ്പം നമുക്കറിയാം, അതെ, പണ്ട് കാലങ്ങളിൽ രാജവാഴ്ച അല്ലെ രാജാക്കന്മാരായിരുന്നു എല്ലാ അധികാരത്തോടും കൂടി സന്തോഷമായിട്ട് അതിൽ എല്ലാ സുഖസൗകര്യങ്ങളോടും ജീവിക്കുന്നത്. പ്രജകൾക്ക് അങ്ങനെ വലിയ സുഖസൗകര്യങ്ങളൊന്നും ഉണ്ടാകാറില്ല. അപ്പോൾ അതിനൊക്കെ ഒരു എതിരായിട്ട് അല്ലേ. അപ്പോൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ എല്ലാ എല്ലാ ഗുണങ്ങളും എല്ലാ പ്രിവിലേജ് എല്ലാവർക്കും കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇവർക്കൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് മാറി രാജാക്കന്മാർക്ക്, അതായത് രാജഭരണമുള്ള രാജ്യങ്ങൾക്ക്. പിന്നെ സാമൂഹിക മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വിപ്ലവങ്ങൾ വലിയ തോതിലുള്ള സാമൂഹിക മാറ്റത്തിന് സാധ്യത പ്രകടമാക്കി. സാമൂഹിക പരിവർത്തനത്തിൻ്റെ വ്യവസ്ഥകളും സംവിധാനങ്ങളും വിശകലനം ചെയ്യാൻ ബുദ്ധിജീവികളെ പ്രേരിപ്പിച്ചു. നമുക്കറിയാം, ഒരുപാട് സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അതായത് സാമൂഹിക മാറ്റത്തിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ പരിവർത്തനത്തിൻ്റെ വ്യവസ്ഥകളും സംവിധാനങ്ങളും വിശകലനം ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് രാഷ്ട്രീയ വിപ്ലവങ്ങളിൽ വരുന്നത്. ഇതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് അമേരിക്കൻ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവും. ഓക്കെ, നെക്സ്റ്റ് ദ ഡെഡ് ലൈൻ ഓഫ് ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ അതെന്നാണ് നമുക്ക് നോക്കാം. സെക്യുലറൈസേഷൻ, ലോസ് ഓഫ് ഫ്യൂഡൽ പവർ, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അതിൻ്റെ മലയാളം നമുക്ക് നോക്കാം. അതിൽ വരുന്നതാണ് പരമ്പരാഗത സ്ഥാപനങ്ങളുടെ തകർച്ച. അപ്പോൾ സഭയും രാജവാഴ്ചയും പോലുള്ള പരമ്പരാഗത സ്ഥാപനങ്ങൾക്ക് അവരുടെ അധികാരം നഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ മതേതരവൽക്കരണത്തിൽ സെക്യുലറൈസേഷന് പ്രാധാന്യമേറി. ലോകത്തെക്കുറിച്ചുള്ള മതപരമായ വിശദീകരണങ്ങളിൽ നിന്ന് ശാസ്ത്രീയവും യുക്തിപരവുമായ വിശദീകരണങ്ങളിലേക്കുള്ള നീക്കം. അതായത് മതത്തിലെ റിലീജിയൻ, അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അത് സത്യമാണോ, അല്ലെങ്കിൽ സ്പിരിച്വൽ അല്ലെങ്കിൽ ഗോഡ് അതൊക്കെ സത്യമാണോ, അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ അവർ അന്വേഷിക്കാൻ നോക്കി. അതായത് യുക്തിസഹമായ വിശദീകരണങ്ങളിലേക്ക് നീങ്ങാൻ തുടങ്ങി. അപ്പോൾ കുറേ ആൾക്കാർ മതം വിടുകയൊക്കെ ചെയ്തു. അതൊക്കെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫ്യൂഡൽ ശക്തിയുടെ നഷ്ടം, ഫ്യൂഡൽ സംഘടനകളുടെ ദുർബലതയും ദേശീയ രാഷ്ട്രങ്ങളുടെ ഉയർച്ചയും സാമൂഹിക സംഘടനയെ മാറ്റിമറിച്ചു.
പിന്നെ ഈ മാറ്റങ്ങൾ സാമൂഹിക ക്രമവും ഐക്യവും മനസ്സിലാക്കുന്നതിനുള്ള പുതിയ ചട്ടക്കൂടുകൾ ആവശ്യപ്പെടുന്നു. ഇതൊക്കെയാണ് പരമ്പരാഗത സ്ഥാപനങ്ങളുടെ തകർച്ചയിൽ വരുന്നത്. ഒന്നാമത്തെ കാര്യം രാജവാഴ്ച ഇല്ലാതായി തുടങ്ങി എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഇന്നും ചില രാജ്യങ്ങളിലൊക്കെ രാജവാഴ്ച നടക്കുന്നുണ്ട്. പിന്നെ സെക്യുലറിസം അല്ലേ, അപ്പോൾ നമ്മുടെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ സെക്യുലറിസം എല്ലാവർക്കും എല്ലാ അധികാരവും, വ്യത്യസ്തമായ മതങ്ങളുണ്ടെങ്കിലും അവർക്കൊക്കെ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാവരുടെ പിന്നെ ആചാരങ്ങളും അതുപോലെ തന്നെ ഫെസ്റ്റിവലും ഒക്കെ നമ്മുടെ കലണ്ടർ നോക്കി നമുക്കറിയാം ലീവാണല്ലേ. എല്ലാ റിലീജിയനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് മതേതരവൽക്കരണത്തിൽ വരുന്നത്. ഓക്കെ, അടുത്തത് റേസ് ഓഫ് സയൻറ്റിഫിക് തിങ്കിങ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലേ. നമ്മുടെ സയൻറ്റിഫിക്, അതായത് സയൻറ്റിഫിക് മെത്തേഡ്, സയൻറ്റിഫിക് റവല്യൂഷൻ്റെ ഒരു ഉയർച്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മലയാളം നമുക്ക് വിശദീകരിക്കാം. നമ്മൾ മുന്നേ പറഞ്ഞ സ്ലൈഡിലൊക്കെ പറഞ്ഞിരുന്നു എന്താണ് രാജവാഴ്ചയുടെ അവസാനം, അതുപോലെ തന്നെ എല്ലാവരും യുക്തി ചിന്തയിലേക്കും അതുപോലെ തന്നെ കൂടുതൽ എന്താണ് ഈ റിലീജിയൻ അങ്ങനെയുള്ളതൊക്കെ വിട്ടിട്ടൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അതാണ് ശാസ്ത്രീയ ചിന്തയുടെ ഉദയം അല്ലെങ്കിൽ സയൻറ്റിഫിക് എന്താണ് ചിന്തയുടെ തിങ്കിങ്ങിൻ്റെ ഒരു ഉദയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതി ശാസ്ത്രത്തിൻ്റെ വിജയം സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിന് ശാസ്ത്രീയ രീതികളുടെ പ്രയോഗത്തെ പ്രോത്സാഹിപ്പിച്ചു. പോസിറ്റിവിസം. പലപ്പോഴും സോഷ്യോളജിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന അഗസ്റ്റ് കോംറ്റെ സാമൂഹിക പ്രതിഭാസങ്ങളെ പഠിക്കാൻ ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കണമെന്ന് വാദിച്ചു. ശാസ്ത്രത്തിനും ഭൗതികശാസ്ത്രത്തിനും സമാനമായ ഒരു ശാസ്ത്രശാഖയായി സാമൂഹ്യശാസ്ത്രത്തെ പരിഗണിക്കണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അപ്പോൾ നമുക്കറിയാം പോസിറ്റിവിസം എന്ന് പറയുന്നത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഓഗസ്റ്റ് കോംറ്റെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം തന്നെയാണ് സോഷ്യോളജി പിതാവെന്നറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റിവിസം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ എന്താണ് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സയൻസിൽ വിശ്വസിക്കുക, അതാണ് റിയൽ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹം 3 ലോസ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഒന്ന് സ്പിരിച്വലിനെ കുറിച്ചും പിന്നീട് മെറ്റീരിയലിനെ കുറിച്ചും പിന്നീട് പോസിറ്റീവ്സ് അല്ലെങ്കിൽ സയൻറ്റിഫിക് സ്റ്റഡി സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് പ്രധാനമായിട്ടും ഈ ഒരു പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു തിയറിയിലൂടെയാണ് സയൻറ്റിഫിക് തിങ്കിങ് എന്ന് പറയുന്ന, അതേ സയൻറ്റിഫിക് തിങ്കിങ് പോലെ തന്നെയാണ് സോഷ്യോളജിയും, രണ്ടും ഏകദേശം ഒരുപോലെയാണ് എന്നുള്ളൊരു വാദമാണ് അദ്ദേഹം അതിനകത്ത് ഉന്നയിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് കീ ഫിഗേഴ്സ് ഇൻ ദ എമർജൻസ് ഓഫ് സോഷ്യോളജി. കുറച്ച് വ്യക്തികൾ സോഷ്യോളജിയുടെ എമർജൻസിനെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ഓഗസ്റ്റ് കോംറ്റെ അല്ലേ, പിന്നെ കാൾ മാർക്സ്, ഇവരൊക്കെ സോഷ്യോളജിയുടെ എമർജൻസിന് വേണ്ടി വളരെയധികം സഹായിച്ചവരാണ്. അപ്പോൾ നമുക്ക് അവരെക്കുറിച്ചൊന്ന് നോക്കാം. ഓഗസ്റ്റ് കോംറ്റെ എന്ന് പറഞ്ഞാൽ അറിയാലോ, സോഷ്യോളജിയുടെ പിതാവാണ്. ഓഗസ്റ്റ് കോംറ്റെ സോഷ്യോളജി എന്ന പദം അവതരിപ്പിച്ചു. അനുഭവപരമായ നിരീക്ഷണത്തിനും ശാസ്ത്രീയ രീതികൾക്കും ഊന്നൽ നൽകി പോസിറ്റിവിസത്തിൻ്റെ സിദ്ധാന്തം വികസിപ്പിച്ചെടുത്തു. പിന്നെ കാൾ മാർക്സ് സമൂഹത്തിൽ മുതലാളിത്തത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ വിശകലനം ചെയ്തു. ബൂർഷ്വാസിയും തൊഴിലാളിയും തമ്മിലുള്ള സംഘർഷങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വർഗസമരം എന്ന ആശയം അവതരിപ്പിച്ചു. അപ്പോൾ അതാണ് ഈ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ. ഒരാൾ ഓഗസ്റ്റ് കോംറ്റെയുടെ കോൺട്രിബ്യൂഷൻ പോസിറ്റിവിസം എന്ന് പറയുന്ന തിയറി അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. കാൾ മാർക്സ് ചെയ്തത് എന്താണ്, മുതലാളിത്തത്തിനെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. എന്നിട്ട് വർഗസമരം എന്നൊരാശയം അദ്ദേഹം അവതരിപ്പിച്ചു. ഇനിയുള്ള അടുത്ത 2 പേരാണ് ഹെർബർട്ട് സ്പെൻസറും അതുപോലെ തന്നെ എമിലി ദുർഖിം. ഓക്കെ, അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇവരും പ്രധാന കോൺട്രിബ്യൂട്ടേഴ്സാണ്, സോഷ്യോളജി ഡെവലപ്മെൻറ്റിന് വേണ്ടി സഹായിച്ച ആളുകളാണ്. പക്ഷേ ഒരു പ്രത്യേകത, ഇവരൊക്കെ ഇന്ത്യക്കാരല്ല, എല്ലാവരും യൂറോപ്യൻസാണ്. അപ്പോൾ ഹെർബർട്ട് സ്പെൻസർ എന്താണ് അദ്ദേഹം കൊടുത്ത ഒരു ഇതെന്ന് പറയുന്നത് പരിണാമ സിദ്ധാന്തം സമൂഹങ്ങളിൽ പ്രയോഗിച്ചു. സോഷ്യൽ ഡാർവിനിസത്തിലേക്ക് നയിക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ അനുയോഗ്യമായവരുടെ അതിജീവനം എന്ന വാചകം രൂപപ്പെടുത്തി. പിന്നെ എമിലി ദുർഖെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പങ്ക്? സാമൂഹിക ഐക്യത്തിൻ്റെയും കൂട്ടായ്മ മനസാക്ഷിയുടെ പങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആത്മഹത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ സാമൂഹിക വസ്തുക്കളെ സെമിനൽ പഠനങ്ങൾ നടത്തി. അപ്പോൾ അതായത് സൂയിസൈഡ് എന്ന് പറയുന്നൊരു കൃതി അത് എമിലി ദുർഖേൻ്റെ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്നത് സൂയിസൈഡിന് വേണ്ടി ആളുകൾ പ്രധാനമായിട്ടും സൂയിസൈഡ് വഴി തിരഞ്ഞെടുക്കുന്നത് സൊസൈറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസ് മൂലമാണ്. സൊസൈറ്റിയെ പേടിച്ചിട്ടാണ് പലരും ജീവിക്കുന്നത്. അപ്പോൾ സൊസൈറ്റി എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ധാരണയോടുകൂടിയാണ് ആൾക്കാർ സൂയിസൈഡിലേക്ക് പോകുന്നതെന്നാണ് എമിലി ദുർഖിം പറഞ്ഞത്. അങ്ങനെ ഒരു ചിന്തയില്ല എന്നുണ്ടെങ്കിൽ ആരും സൂയിസൈഡ് ചെയ്യില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ സൂയിസൈഡ് എന്ന കൃതിയിൽ അദ്ദേഹം പറയുന്നത്. ഓക്കെ, അടുത്ത ആൾ മാക്സ് വെബറാണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് റോൾ ഓഫ് ബ്യൂറോക്രസി, റിലീജിയൻ ആൻഡ് അതോറിറ്റി ഇൻ സൊസൈറ്റി അല്ലെ, അദ്ദേഹം അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുതന്നെ അതിൻ്റെ കൺസെപ്റ്റ് വെർസറ്റൈൻ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ആക്ഷൻ ഫ്രം ദ പെർസ്പെക്റ്റീവ്സ് ഓഫ് ദി ആക്ടർ, അത് നമുക്ക് നോക്കാം. ഇതിൻ്റെ മലയാളം നമുക്ക് നോക്കാം.
അപ്പോൾ അതിനകത്ത് സമൂഹത്തിൽ ബ്യൂറോക്രസി, മതം, അധികാരം എന്നിവയുടെ പങ്ക് പരിശോധിച്ചു. വെസ്റ്റ്ഹീൻ എന്ന ആശയം അവതരിപ്പിച്ചു. ഓക്കെ, അപ്പോൾ വെസ്റ്റ്ഹീൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിൻ്റെ ഒരു വിശദീകരിച്ച ഒരു സ്ലൈഡ് നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് നന്നായിട്ട് വായിച്ചു നോക്കുക, മലയാളവും നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം വെസ്റ്റ്ഹീൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ജർമ്മൻ സോഷ്യോളജിസ്റ്റായ മാക്സ് വെബറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇത് അതിൻ്റെ ഇംഗ്ലീഷ് എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ റീഡ് ചെയ്യുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്തായി പോകുന്നതുകൊണ്ടാണ് റീഡ് ചെയ്യാത്തത്. അതിൻ്റെ മലയാളം ഞാനിപ്പം വായിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, 3 പാരഗ്രാഫാണ് പ്രീവിയസ് സ്ലൈഡിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ് ഇവിടെ വായിക്കുന്നത്. ജർമ്മൻ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ മാക്സ് വെബറുമായി ബന്ധപ്പെട്ട ഒരാശയമാണ് സാമൂഹിക പെരുമാറ്റം. അതിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ വീക്ഷണകോണിൽ നിന്ന് മനസ്സിലാക്കുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. ഈ സമീപനം സഹാനുഭൂതിയും സാമൂഹിക പ്രതിഭാസങ്ങളുടെ ആത്മനിഷ്ഠമായ വ്യാഖ്യാനവും ഊന്നിപ്പറയുന്നു. ആളുകളുടെ പ്രവർത്തനങ്ങളുടെ പിന്നിലെ അർത്ഥങ്ങളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കാൻ ലക്ഷ്യമിടുന്നു. പ്രധാനമായിട്ടും സാമൂഹിക പെരുമാറ്റം, അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ വീക്ഷണകോണ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, വ്യക്തികൾ അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അർത്ഥങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് സാമൂഹിക പ്രവർത്തനത്തെ വിശകലനം ചെയ്യാൻ വൈബർ വെസ്റ്റ്ഹീനെ ഉപയോഗിച്ചു. അതുവഴി സാമൂഹിക അഭിനേതാക്കളുടെ ആത്മനിഷ്ഠമായ അനുഭവങ്ങളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കുന്നു. വ്യക്തികളുടെ ആത്മനിഷ്ഠമായ അനുഭവങ്ങൾ പരിഗണിക്കാതെ നിരീക്ഷിക്കാനാവുന്ന പെരുമാറ്റങ്ങളിലോ സ്റ്റാറ്റിസ്റ്റിക്കൽ പരസ്പര ബന്ധങ്ങളിലോ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തികച്ചും വസ്തുനിഷ്ഠമായ സമീപനങ്ങളുമായി ഈ രീതി വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വ്യക്തികളുടെ അവരുടെ പ്രവർത്തനങ്ങളെ ബന്ധിപ്പിക്കുന്ന അർത്ഥങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് സാമൂഹിക പ്രവർത്തനത്തെ വിശകലനം ചെയ്യാൻ വെബർ വെസ്റ്റ്ഹീനെ ഉപയോഗിച്ചു. അതായത് ഒരു പ്രവൃത്തിയുടെ പ്രവർത്തനങ്ങൾ, അല്ലെ ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നമുക്ക് അവരെന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ഇത് സമൂഹത്തെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അവരുടെ അനുഭവങ്ങളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ ഒരു വ്യക്തിയുടെ ആത്മനിഷ്ഠമായ അനുഭവങ്ങൾ പരിഗണിക്കാതെ, അതായത് നമ്മൾ അവരുടെ എന്താ പറയുക, പെരുമാറ്റങ്ങളിലൂടെയോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ പരസ്പര ബന്ധങ്ങളിലോ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തികച്ചും വസ്തുനിഷ്ഠമായ സമീപനങ്ങളുമായി ഈ രീതി വ്യത്യസ്തമാണ്. ഓക്കെ, അതാണ് അതിൽ പറയുന്നത്. അടുത്ത പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്, സാമൂഹിക പ്രതിഭാസങ്ങളുടെ സന്ദർഭവും അർത്ഥവും മനസ്സിലാക്കുന്നത് നിർണായകമായ ഗുണപരമായ ഗവേഷണ രീതികൾ വെസ്റ്റ്ഹീൻ അത്യന്താപേക്ഷിതമാണ്. പഠിക്കപ്പെടുന്ന സാമൂഹിക പശ്ചാത്തലത്തിൽ സ്വയം മുഴുകുകയും പഠിക്കുന്ന ആളുകളുടെ വീക്ഷണകോണിൽ നിന്ന് ലോകത്തെ കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. നമുക്കറിയാം, സോഷ്യോളജിയിൽ ഒരുപാട് റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണപരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ സോഷ്യോളജിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ബീങ്സിൻ്റെ തന്നെയാണ്. ഹ്യൂമൻ ബീങ്സിൻ്റെ ബിഹേവിയർ പാറ്റേൺസ്, ട്രെൻഡ്സ്, അവരുടെ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് സ്റ്റഡി ചെയ്യുമ്പോൾ അവരിലേക്ക് ഇറങ്ങി ചെന്ന് സ്റ്റഡി ചെയ്യാൻ പഠിക്കണം. അതായത് എഥനോഗ്രാഫിക് സ്റ്റഡീസ്, ഫിനോമിനോളജിക്കൽ സ്റ്റഡീസ്, പിന്നെ പാർട്ടിസിപ്പേറ്ററി മെത്തേഡ്, അതൊക്കെ അതിൽ വരുന്നതാണ്. നമ്മൾ അവരുടെ അതായത് ആളുകളുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യുകയും അവരെ ഒബ്സർവ് ചെയ്യുകയും അങ്ങനെയൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് സോഷ്യോളജി കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു കൺക്ലൂഷൻ അതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത എമർജൻസ് ഓഫ് സോഷ്യോളജിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് എൻലൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എക്സാമിന് ഒക്കെ എഴുതി കഴിഞ്ഞാൽ ഈ കൺക്ലൂഷൻ കൂടി അവസാനം ഉൾപ്പെടുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് വളരെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഏതൊരു എഴുതിയാലും അതിൻ്റെ അടിഭാഗത്ത് ഇൻ സമ്മറി അല്ലെങ്കിൽ ഇൻ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വിശദീകരിക്കാം. 18ഉം 19ഉം നൂറ്റാണ്ടുകളിലെ അഗാധമായ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങളോടുള്ള പ്രതികരണമായിരുന്നു സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ആവിർഭാവം. ജ്ഞാനോദയത്തിന് ഭൗതിക പ്രവാഹങ്ങൾ, വ്യാവസായിക വിപ്ലവത്തിൻ്റെ സാമൂഹിക പ്രക്ഷോഭങ്ങൾ, രാഷ്ട്രീയ വിപ്ലവങ്ങളുടെ ജനാധിപത്യ ആശയങ്ങൾ, പരമ്പരാഗത സ്ഥാപനങ്ങളുടെ തകർച്ച, ശാസ്ത്രീയ ചിന്തയുടെ ഉയർച്ച എന്നിവയെല്ലാം സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിറവിക്ക് കാരണമായി. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ സങ്കീർണമായ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാനും അഭിസംബോധന ചെയ്യാനും ഈ പുതിയ അച്ചടക്കം ശ്രമിച്ചു. ഇതാണ് നമ്മുടെ സോഷ്യോളജിയുടെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട്, അതിൻ്റെ എമർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വരും ക്ലാസ്സുകളിൽ കൂടുതൽ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.
ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനും ഒരു പ്രചോദനമാവുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.